ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കൽ ദേവയാനി സത്യങ്ങളൊക്കെ അറിഞ്ഞാലും നയനയോടൊപ്പം മറ്റുള്ളവരെ അറിയിക്കാതെ ഒരു നാടകം കളിക്കുമെന്ന്. എന്തായാലും ഇപ്പം നയനോടൊപ്പം ചേർന്നിട്ടല്ല, നയന പോലും അറിയാതെയാണ് നമ്മുടെ ദേവയാനി നാടകം കളിക്കാൻ പോകുന്നത്. കുറച്ച് നാളത്തേന് തന്നെ എല്ലാവരും കളിപ്പിച്ചു, തന്നെ എല്ലാവരും പറ്റിച്ചു. എന്നാൽ അവരെ എല്ലാവരെയും താനും പറ്റിക്കാൻ പോവുകയാണ്. താൻ മരുമകളെ ഒരുപാട് സ്നേഹിക്കുന്നു, പക്ഷെ അത് മറ്റാരും അറിയരുത് എന്നൊരു തീരുമാനവുമായിട്ടാണ് ഇനി ദേവയാനി മുന്നോട്ട് പോകുന്നത്. ദേവയാനി ആകെ സങ്കടത്തിലാണ് കേട്ടോ. കാരണം ഇത്രയധികം തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മരുമകളെ തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ എന്നോർത്തുള്ള സങ്കടം. എന്തായാലും സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ദേവേനയുടെ ഭർത്താവ് വരുന്നത്. അപ്പം ശരിക്കും ജയൻ വിചാരിച്ചത് അമ്മയ്ക്കൊപ്പമാണ് ഭാര്യയുടെ സ്ഥാനമെന്ന് മകൻ പറഞ്ഞത് സഹിച്ചിട്ടില്ല. അതിൻ്റെ സങ്കടത്തിലാണ് ദേവയാനി ഇരുന്ന് കരയുന്നതെന്നാണ്. താൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താനൊന്ന് ഓർത്തു നോക്കിയേ. എനിക്ക് താനല്ല വലുത്, എൻ്റെ അമ്മയാണ് വലുതെന്ന് തന്നോട് ഞാൻ പറഞ്ഞാൽ തനിക്ക് വിഷമം ഉണ്ടാവില്ലേ? നമ്മൾ കല്യാണം കഴിച്ചാൽ അമ്മയും ഭാര്യയൊക്കെ ഒരുപോലെ തന്നെയല്ലേ? ഒരു പടിക്ക് ഒരു പക്ഷേ ഭാര്യയോടായിരിക്കും സ്നേഹം കൂടുതൽ. അതിപ്പോൾ ജീവിതകാലം മൊത്തം അവളോടൊപ്പം കഴിയേണ്ടത്. എല്ലാ ദുഃഖങ്ങളും പങ്കുവെച്ച് ഭർത്താവിനോട് ഭാര്യയ്ക്കും അതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവിനോടും പറയാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല, മറച്ചു വെക്കാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ അച്ഛനോടും അമ്മയോടും അങ്ങനെയാണോ? അല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സിറ്റുവേഷൻ വെച്ച് നിനക്ക് ചിന്തിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ മോൻ്റെ ആ ഒരു ജീവിതം അത് നമ്മളായിട്ട് തട്ടിത്തെറിപ്പിക്കരുത് എന്നൊക്കെ ദേവയാനിയോട് ജയൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, ഞാനിപ്പോൾ എന്താ ചേട്ടാ വേണ്ടത്? ഞാൻ എന്താ വേണ്ടത്? ചേട്ടൻ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കാം. നീ മറ്റൊന്നും വേണ്ട. നീ നമ്മുടെ കുഞ്ഞിൻ്റെ ഭാര്യയെ പോയി വിളിച്ചോണ്ട് വരിക, നയനയെ പോയി വിളിച്ചോണ്ട് വന്നാൽ മാത്രം മതി. വേണ്ട, പോകണ്ട. ജസ്റ്റ് ഒന്ന് ഫോൺ കോൾ ചെയ്ത് നയനമോളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാൽ മതി. ആ കുട്ടി ഒരു അധികാരവും എടുക്കാതെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് വരുന്നുണ്ടോ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നീ ഒന്ന് ഓർത്ത് നോക്കിയേ. അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിലെ എല്ലാവർക്കും അവളെ കാര്യമാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണില്ലേ? അവൾ നല്ലവളാണ്. നീ ഒന്ന് ചിന്തിച്ച് നോക്കുക, നീ ഒന്ന് വിളിക്കുക, നമ്മുടെ മകന് വേണ്ടിയെങ്കിലും നീ ഒന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് ജയൻ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫോൺ വിളിച്ചാൽ മതിയോ അതോ ഞാൻ പോയി വിളിക്കണോ? ജയേട്ടൻ പറ. അപ്പോൾ അതൊക്കെ നിൻ്റെ ഇഷ്ടം. പക്ഷേ എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ ജയേട്ടന് വേണ്ടിയിട്ടും എൻ്റെ മോന് വേണ്ടിയിട്ടും ഞാൻ അങ്ങനെ ചെയ്യാം. ഞാൻ തോറ്റു കൊടുക്കാം എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയാം. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ പറയാവുള്ളൂ. പക്ഷേ താൻ തൻ്റെ മരുമകളെ സ്വയം തോറ്റുകൊണ്ടാണ് പോയി വിളിക്കാൻ പോകുന്നത്, താനാണ് തോറ്റിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട്. ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ അനിയോട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറയുന്നുണ്ട്, നീ അനാമികയെ പോയി വിളിക്കണം. ഇനിയും അവളെ ഇങ്ങനെ നിർത്തുന്നത് കൊണ്ട് അർത്ഥമില്ല. എന്തായാലും വിവാഹം കഴിച്ചുപോയി, ഇനിയിപ്പോൾ അകറ്റി നിർത്തിയിട്ട് കാര്യമില്ല എന്ന്. അങ്ങനെ നമ്മുടെ അനാമികയെ വിളിക്കാനായിട്ട് അനി പോവാണ്. അപ്പോൾ എന്താ, നിനക്ക് എന്നോട് സ്നേഹം മൂത്തിട്ടാണോ നീ എന്നെ വിളിക്കാൻ വന്നത്? ഇത്രയും നാളുമില്ലാത്ത സ്നേഹം എന്താ ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചാൽ അനാമികയുടെ വക ഒരു ചൊറിയുന്ന വർത്താനം ഉണ്ടല്ലോ. അനാമികയുടെ അമ്മയും അച്ഛനും ഒക്കെ പറയുന്ന പോലെ ഒരുമാതിരി വൃത്തികെട്ട വർത്താനമായിട്ട് നമ്മുടെ അനാമിക എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്. പക്ഷേ മുത്തശ്ശിയും പറഞ്ഞത് പ്രകാരം ഇവളെ വിളിച്ചില്ലെങ്കിലോ? എന്തായാലും തനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മുത്തശ്ശിയും പറഞ്ഞിട്ട് തന്നെയാണെന്ന് നമ്മുടെ അനി തുറന്ന് പറഞ്ഞു കേട്ടോ. അതെനിക്കറിയാം, മുത്തശ്ശിയും പറയാതെ നീ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന്. അപ്പം എന്തായാലും അനാമിക പോകാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അനാമികയെ മാറ്റി നിർത്തിയിട്ട് അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ അവൻ വന്ന് വിളിച്ചപ്പോൾ എങ്ങനെയെങ്കിലും പോകാൻ നോക്കുക, അനന്തപുരിക്കകത്ത് കയറി പറ്റാൻ നോക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം അനാമികയെ തള്ളിവൻ്റെ കൂടത്തിൽ വിടുകയാണ്. ഞാൻ അവിടെ പോയിട്ട് എല്ലാത്തിനെയും ഞാൻ പൊരിച്ചടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനാമിക അങ്ങോട്ടേക്ക് പോകുന്നത്. എന്തായാലും നമ്മുടെ നയനെ വിളിക്കാനായിട്ട് നയനയുടെ അമ്മായിയമ്മയും പോയി ചെല്ലുന്നുണ്ട്. ദേവയാനി അങ്ങനെ കയറി വരുന്നത് കണ്ട് നയന അന്തം വിട്ട് പോവാട്ടോ. അപ്പോൾ അമ്മേ വാ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ. പക്ഷേ ദേവയാനി വലിയ ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്നെയാണ്. നീ ഇപ്പം ഞാൻ നിൻ്റെ മുമ്പിൽ തോക്കണം, അതാണല്ലോ നിൻ്റെ ആഗ്രഹം. നീ അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞു. എൻ്റെ മോൻ സങ്കടപ്പെടുന്നത് എനിക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഞാൻ തോറ്റു തന്നിരിക്കുന്നു. അപ്പോൾ അമ്മ അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ അവിടെ വരുന്നതെങ്കിൽ അമ്മയുടെ മാനസിക നിലയാണ്, അമ്മയുടെ മനസ്സിൻ്റെ സമാധാനമാണ് ഇപ്പോൾ അമ്മയുടെ ആരോഗ്യത്തിന് വലുത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാതിരുന്നത്, അല്ലാതെ മറ്റൊരു വാശിയിലും അല്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ അത് ആദർശേട്ടന് തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാകും. എന്നോട് കരുണ കാണിക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടം വരും. അതുപോലെ തന്നെ ആദർശേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടും. മാത്രമല്ല അമ്മ എന്നോട് ദേഷ്യപ്പെടുമ്പോൾ എനിക്കിനി അത് സഹിക്കാൻ പറ്റില്ല അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം നിനക്കെന്താ പറ്റി? നിനക്കെന്തോ ആരോഗ്യക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, നിനക്കെന്താ പറ്റിയേ? അതൊന്നുമില്ല, അതൊരു ചെറിയ പനി എന്നൊക്കെ പറയാം. എന്തായാലും നീ വാ, നമ്മൾ ഒരുമിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അപ്പോഴേക്കും അന്തം വിട്ടു പോകട്ടോ നയന. വേണ്ട അമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ എന്നെ വിളിക്കണ്ട. ആഹാ, അപ്പം ഞാൻ വന്ന് വിളിച്ചിട്ടും നീ വരില്ല എന്നുള്ള തീരുമാനത്തിലാണോ?
അപ്പം നീ തോറ്റു തരാൻ തയ്യാറല്ല അല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല അമ്മേ, അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും അമ്മ വന്ന് വിളിച്ചതല്ല, ഞാൻ വരാതിരിക്കുന്നില്ല, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനിയുടെ കയ്യും പിടിച്ച് നയന പോകുന്നൊരു പോക്കുണ്ട്. ആഹാ. അപ്പോൾ അത് കാണാനായിട്ട് നാളത്തെ എപ്പിസോഡ് കാണുക. സി യു അഗെയിൻ. താങ്ക് യു.